അനിൽ വിളയിൽ, വളരെ വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. ED അന്വേഷണത്തിന് തടസ്സമില്ല, ഒരു കേന്ദ്ര ഏജൻസി ഈ വിഷയത്തിലേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ഹൈന്ദവ സംഘടനകളാണ്. ഹിന്ദു ഐക്യവേദി, VHP അടക്കമുള്ള ഹൈന്ദവ സംഘടനകളാണ്. സ്വാഭാവികമായിട്ട് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ വളരെ സന്തോഷം തോന്നുന്ന നിമിഷമാണിത്. കാരണം ED, CBI പോലെയുള്ള ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കണമെന്ന് തുടക്കം മുതൽ ആവശ്യപ്പെടുന്നതാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് OP ഫയൽ ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും സന്തോഷകരമായതാണ്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇതിന് അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട്, മണി ലോണ്ടറിംഗ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ED പോലെയുള്ള അന്വേഷണ ഏജൻസി ഈ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ അന്വേഷണം ഉയർന്ന വ്യക്തികളിലേക്ക്, ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ നീളാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും SITയുടെ അന്വേഷണം പത്മകുമാറിൽ വരെ മുട്ടി നിൽക്കുകയാണ്. അതിനുശേഷമുള്ള അന്വേഷണം മുമ്പോട്ട് കാര്യക്ഷമമായി പോകുന്നില്ല. കാരണം അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളം ഭരിക്കുന്ന മുന്നണിക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള പേടി കാരണമായിരിക്കാം അന്വേഷണ ഏജൻസിയെ കൊണ്ട് അത്തരത്തിലൊരു സ്വാഭാവികമായും ന്യൂട്രൽ കുറെ നാൾ നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയെയും DGPയെയും ഒക്കെ ശ്രീ വെങ്കടേഷ് സന്ദർശിച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നല്ലോ. അത് ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ ഈ അന്വേഷണം ഒരു മന്ദഗതിയിലേക്ക് പോകുന്നതായിട്ടാണ് സൂചന. കാരണം കടകംപള്ളി സുരേന്ദ്രനിലേക്കോ ബാക്കി ദേവസ്വം ബോർഡിലെ അംഗങ്ങളിലേക്കോ ഈ അന്വേഷണം നീണ്ടിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് അതും വളരെ പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള അന്വേഷണം അവരിലേക്ക് ചെന്നെത്തുകയും അവരെ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പ്രതിയാകേണ്ടവരാണ്. അവരെ കൂടി അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് ഒരു കൃത്യമായ അന്വേഷണം പൂർത്തിയാകുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ സാവകാശം കൊടുക്കുന്നതോടുകൂടി ഈ പ്രതികളായിരിക്കുന്ന വ്യക്തികൾക്ക് തെളിവുകൾ നശിപ്പിക്കാനുള്ള അവസരം വളരെ കൂടുതലാണ് കിട്ടുന്നത്. എത്രയോ കാലമായിട്ട് അവർക്കെതിരായിട്ട് ഏതെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അവർ നശിപ്പിച്ചു കാണും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി EDയുടെ അന്വേഷണം ഏർപ്പെടുത്താൻ ഉത്തരവിട്ടത് സ്വാഗതാർഹമാണ്. എങ്കിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള അന്വേഷണവും പൂർത്തിയാക്കാൻ നിർദ്ദേശം SITക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അപേക്ഷ. യെസ്, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ. ഒപ്പം തന്നെ ഈ നിയമ പോരാട്ടത്തിൽ ശക്തമായ സാന്നിധ്യമായ അങ്ങേക്ക് കൂടി ഈ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു വിജയം തീർച്ചയായും അവകാശപ്പെടാൻ സാധിക്കും.